ഫ്രണ്ട്സേ, ധന്യാണേ. ഞാനിപ്പോൾ പോകുന്നതേ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നും തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെ ഒരു പള്ളിയിൽ പള്ളിക്കഞ്ഞി മേടിക്കാനായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് അങ്ങോട്ട് പള്ളിക്കഞ്ഞി മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് റമദാൻ 22 അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ അവിടെ വന്നിട്ട് ആ പള്ളിയിൽ പോയിട്ട് പള്ളിക്കഞ്ഞി മേടിക്കണ്ടല്ലോ, എന്നാൽ എനിക്കൊന്ന് പോവാന്ന് ഒരു തോന്നൽ, ഒരു ആഗ്രഹം. അതും കുറച്ച് ലോങ്ങാണ് കേട്ടോ. ഇത്രയും തൃശ്ശൂർ ജില്ലയിൽ നിന്നും എന്താ പറയുക, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഇങ്ങനെയൊരു പള്ളിയിൽ പള്ളിക്കഞ്ഞി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോവാതിരിക്കാൻ കഴിയുമോ? നമ്മൾ പോകണമല്ലോ അങ്ങോട്ട്. അപ്പോൾ എന്തായാലും ഞാനും ബദ്രിയും ശ്രീകുട്ടിയും കൂടിയിട്ടാണ് പോണത്. ബദ്രി, ബക്കറ്റ് എടുത്തിടാ. അതേ വിട്ടേക്കി. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് വിശേഷങ്ങൾ പറയാട്ടോ. എന്താ അവസ്ഥ എന്ന് അറിയില്ല. അവസ്ഥയല്ല, എനിക്കൊരു ചമ്മലാണ് ഇങ്ങനെ പള്ളിക്കഞ്ഞിയിൽ അറിയാത്ത സ്ഥലങ്ങളിൽ പള്ളിക്കഞ്ഞി മേടിക്കാൻ മുമ്പ് ആൾക്കാർ എന്തെങ്കിലും പറയുമോ, അങ്ങനെയൊക്കെ ഒരു പേടിയാണ്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണാം. കിട്ടിയാ? എന്തീ പറഞ്ഞ ഒന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ കഞ്ഞി വാങ്ങിക്കാൻ വന്നാണ്. വാങ്ങിച്ചു. സുഖം. ശരി. ഫ്രണ്ട്സേ, അപ്പോൾ നമ്മളിതാ കൽമണ്ഡപം ഹനഫി പള്ളിയിലെത്തി പള്ളിക്കഞ്ഞി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് റമദാൻ 22 അപ്പോൾ എന്തായാലും എൻ്റെ ആഗ്രഹം ഇവിടെ വന്ന് കഞ്ഞി മേടിക്കണം എന്നായിരുന്നു. ഞാൻ മേടിച്ചു കേട്ടോ. ഇതാ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് പള്ളി. ഞാൻ പള്ളിയുടെ അകത്തേക്കൊന്നും പോയില്ല, എൻ്റെ മകനാണ് പോയി വാങ്ങിച്ചിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നോമ്പ് തുറയ്ക്ക് ഇന്നത്തെ കഞ്ഞിയാണത്. അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ ബൈ. നമ്മൾ കഞ്ഞിയൊക്കെ മേടിച്ചിട്ടേ നമ്മുടെ സുനിധി ചേച്ചിൻ്റെ അവിടെ നമ്മളെ ബോൾ ഗ്രേപ്പ് ജ്യൂസ് മേടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നേരത്തെ പപ്പടം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കുന്നത്, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു ചേച്ചിൻ്റെ ഈ ജ്യൂസും കൂടെ ഞാൻ കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ യാസാ വിദ്യാഭ്യാസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പരിസരത്ത് തന്നെയാണ്. സുനിധി ചേച്ചിൻ്റെ ബോൾ ഗ്രേപ്പ് ജ്യൂസ് എവിടെ കിട്ടുകയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. എല്ലാവരും ഫേമസ് ആണ്. അപ്പോൾ അതാ ഞാൻ നോമ്പ് തുറക്കി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ നോമ്പ് തുറക്കി എന്തൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാണണ്ടേ? കാണിച്ചു തരാം കേട്ടോ. എടുത്തിട്ടുള്ളത് മുന്തിരി, നല്ല പച്ച മുന്തിരി, ഈന്തപ്പഴം, നമ്മുടെ ഹനഫി പള്ളിയിലെ പള്ളിക്കഞ്ഞി, പാലക്കാട് കൽമണ്ഡപത്തിൻ്റെ കഞ്ഞിയാണ്. നമ്മുടെ സുനിധി ചേച്ചിൻ്റെ ബോൾ ഗ്രേപ്പ് ജ്യൂസ്, പച്ചവെള്ളം, ഗ്ലാസ് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ. വൈകുന്നേരത്തെ ചോറുണ്ണും കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കിനി അങ്ങാടിയിലൊക്കെ ഒന്ന് പോകണം. അങ്ങാടിയിലൊക്കെ പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. ഇപ്പം തൽക്കാലത്തെ നോമ്പ് തുറയ്ക്കും, തൽക്കാലത്തെ വിശപ്പിനൊക്കെ ഇത് തന്നെ ധാരാളം. അപ്പം എന്തായാലും ഇതാ ബാങ്ക് വിളിക്കണം. അപ്പം ഞാനിതാ എൻ്റെ ഇന്നത്തെ റമദാൻ 22 നോമ്പ് ഇതാ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ് കേട്ടോ. ദൈവം എനിക്ക് നോമ്പ് എൻ്റെ മകള് വന്നിട്ടേ ബാങ്ക് വിളിച്ചു എന്ന് പറയാം. ശരി. വെള്ളം അങ്ങനെ വയറ്റിൽ ചെല്ലുമ്പോഴേ എന്തോ ഒരു സംഭവം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.